മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാൻ ഈ വഴിക്ക് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഡേ ഇൻ മൈ ലൈഫിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഞാൻ PGയിലേക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഒക്ടോബറിൽ ഞാൻ അവിടെ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്ത് PGയിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. അപ്പോൾ വന്നപ്പോൾ ഡയറക്റ്റ് PGയിലേക്ക് വന്ന് ഇപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ PGയിലേക്ക് PGയിലായതുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്. രാവിലെ എണീറ്റ് അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുക്കിംഗ് നമ്മൾ തന്നെയാണ്. അപ്പോൾ രാവിലെ കടലക്കറി ഇരിക്കുന്നുണ്ടായിരുന്നു, തലേ ദിവസം ഉണ്ടാക്കിയതാട്ടോ. തലേന്ന് രാത്രി ഉണ്ടാക്കിയതാണ്. അപ്പോൾ പിറ്റേന്ന് അപ്പോൾ എളുപ്പമാവുമല്ലോ. അപ്പോൾ രാവിലത്തേക്ക് അരി കഴുകിയിടുന്നുണ്ട്. ഞങ്ങൾ 3 പേരാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരെ വഴിയെ ഞാൻ കാണിച്ചു തരാം. ഒരാളെ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്മേറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ അരി കഴുകിയിട്ടുകൊണ്ടിരിക്കുകയാണ്. മിക്കപ്പോഴും രാവിലെ ഞാൻ തന്നെയായിരിക്കും കേട്ടോ അരി കഴുകിയിടുന്നത്. അതെൻ്റെ മെയിൻ പരിപാടിയാണ്. അതാകുമ്പോൾ ഭയങ്കര എളുപ്പമാണല്ലോ. കുക്കർ കഴുകുക, കുറച്ച് അരി എടുക്കുക, കഴുകി വെള്ളത്തിലിടുക, അപ്പോൾ എല്ലാം സെറ്റാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുക്കർ വെച്ച് ഇപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഗ്യാസ് ഓണാക്കി വെച്ച് അത് കഴിഞ്ഞപ്പം അവിടെ ഒരു ഉണ്ടാകുന്ന ചെറിയ പരിപാടികളും കാര്യങ്ങളും പാത്രങ്ങളെല്ലാം ക്ലീനാക്കി വെക്കും. അപ്പോൾ തന്നെ കടലക്കറി ചൂടാക്കണമല്ലോ. തലേന്ന് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ അതൊക്കെ ചൂടാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ കഴുകാൻ വല്ല പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകി വെക്കും. അപ്പോൾ ഇത് തലേ ദിവസം ദോശ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് രാത്രി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് കഴുകി വയ്ക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്താണ്, പിന്നെ വേറെ അരി കഴുകിയ പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. പിന്നെ ചാറ് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് പാലാണ് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇത് പാലല്ല. കട്ടനകത്ത് ബൂസ്റ്റ് ഇട്ടേക്കുന്നതാണ് കേട്ടോ. പാൽപ്പൊടി കലക്കിയിട്ട് ബൂസ്റ്റ് ഇട്ടേക്കുന്നതാണ്. പിന്നെ രാവിലത്തേക്ക് ഫ്രണ്ടാണ് കേട്ടോ, അവൾ സോയ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി. സോയനല്ലോ, സേമിയ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് റെഡി ആവണൊക്കെ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഭയങ്കര ലൈറ്റായിരുന്നു കേട്ടോ ഞാൻ നിന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ടാന്നു. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്ലിപ്പിംഗ് മാത്രം ഇട്ടിട്ട് അവസാനിപ്പിച്ച് അത് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. 9 മണിയാകുമ്പോൾ ക്ലാസ്സിൽ പോകണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് പോവാണ്. പിന്നെ ചായയും കുടിച്ച് ഇതും കൂടി കഴിച്ചിട്ട് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ലുക്ക്. ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ക്ലാസ്സിൽ പോകുന്നത്. വന്നിപ്പോൾ ഒന്നും ചെയ്യുന്നില്ലാത്തൊരു ലുക്കാണ്. ഹലോ, അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കോളേജ്. അപ്പം ഒരു മണി ടു 2 മണിയാണ് ലഞ്ച് ബ്രേക്ക്. അപ്പോൾ ആ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഇവിടെ PGയിൽ വന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തന്നിട്ട് തുടങ്ങണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ പുറത്ത് ഇങ്ങനെ സംസാരിക്കാനുള്ള മടി കൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് വോയിസ് ഓവർ ആക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് മോർണിംഗിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ആഫ്റ്റർനൂൺ, ഇപ്പോൾ ഏകദേശം സമയം 1:30 ആയിട്ടുണ്ട്. 2 മണിയാകുമ്പോൾ പോവും. അത് കഴിഞ്ഞിട്ട് ഒരു 4 മണി 4:15 ആകുമ്പോഴത്തേക്കും വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അപ്പം കാണിച്ചു തരാം. അപ്പം ഇനി റെഗുലറായിട്ടൊക്കെ വീഡിയോ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ടും കൂടി ചെയ്യണം. ഇപ്പോൾ 2025 ഞാനൊരു ന്യൂ ഇയർ ആയിട്ട് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഇയർ തന്നെ മോണിറ്റൈസേഷൻ ഓണാക്കി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. പക്ഷേ പറ്റുമായിരിക്കും, നോക്കാം. വീഡിയോ ഇടാൻ ഷോർട്സൊക്കെ ആയിട്ടാണെങ്കിലും ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് ഷോപ്പിങ്ങിനും കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പോവാം. അപ്പം ഇനി കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നു. അമ്മ വിളിച്ചു, ഫുഡ് കഴിച്ചു. അപ്പം ഇനി വൈകിട്ട് കാണാം. ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞപ്പം ഞാനും അവളും കൂടി ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അവൾ കണ്ടില്ലായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പോസായി പോയതാട്ടോ. അപ്പം ഇത് ഞാൻ ജസ്റ്റ് പോകുന്ന വഴിക്ക് അവിടെ നിന്ന് ഒരു ക്ലിപ്പിംഗ് എടുത്തതാണ്. ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ആ കോളേജിൻ്റെത് കാണുന്ന അവിടേക്കൊക്കെ നമ്മൾ പോകണം. പിന്നെ ഞങ്ങൾ വന്ന് അവിടെ ആണെങ്കിൽ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. എനിക്കാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ജസ്റ്റ് കണ്ട് അങ്ങനെ ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ, അത് ചിക്കനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്കൊരു നോട്ടിൻ്റെ ഒരു ടെക്സ്റ്റ് പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു, അത് പ്രിൻ്റൊക്കെ എടുത്തു. കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടോ. അപ്പോൾ അവൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 4 സവാള അരിഞ്ഞു കൊടുത്തു കേട്ടോ. പിന്നെ തക്കാളി ഉണ്ടായിരുന്നു, പച്ചമുളക് സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ സഹായിച്ചു കൊടുത്തു. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയതൊക്കെ അവളാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ചിക്കൻ അത്ര നല്ലതല്ലായിരുന്നു.
അതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇവിടെ ആണെങ്കിൽ ചിക്കന് ഭയങ്കര വിലയാണ് കേട്ടോ. നാട്ടിൽ വെച്ച് നോക്കുമ്പം 1 കിലോ ചിക്കൻ മാത്രമായിട്ട് 250 രൂപയ്ക്ക്. അപ്പോൾ നാട്ടിലാകുമ്പം അത്ര ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകി അവൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി, മുളകും സവാളയും ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് ചിക്കൻ്റെ ഈ ഇറച്ചി മാത്രമുള്ള പീസായിട്ട് എടുത്ത് അവൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും അവൾ പറയുകയാണ് എന്നോട്, നീ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി കൂടി നന്നായിട്ടിരുന്നേനേന്നൊക്കെ. കാരണം ക്ലാസ് വിട്ട് വന്ന അപ്പം തന്നെ പുറത്ത് പോയി വന്നതിൻ്റെ ഒരു ഇത് മുഖത്തുണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി നല്ല ഫ്രഷായിട്ട് വന്നേനേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനതങ്ങ് എടുത്തതാണ് കേട്ടോ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ എണ്ണയിലിട്ട് വറുത്തെടുക്കുമായിരുന്നു കേട്ടോ. ഇത് ഞാൻ മുകളിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന വ്യൂ ആയിരുന്നു കേട്ടോ. ടെറസിന് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി നിന്നാലും നമുക്ക് കോളേജൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അവിടെ കാണുന്ന പൊങ്ങി നിൽക്കുന്ന ആ ബിൽഡിങ്ങാണ് ഹോസ്റ്റൽ. ഇപ്പുറത്തെ ഉള്ളത് ഒരു ചെറിയ ബിൽഡിംഗ് ആയിട്ട് കാണുന്നത് അതാണ് കേട്ടോ കോളേജിൻ്റെ ബിൽഡിങ്. അതിപ്പോൾ ഹോസ്റ്റലാക്കും. അതുകൊണ്ട് ഞങ്ങളുടെ പുതിയ ബിൽഡിംഗ് ആണ് ഓൾറെഡി പണിത് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ മുകളിൽ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ. ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നടന്നാണ് കേട്ടോ പോയത്. അപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ. അതിൻ്റെ കൂടുതലായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ബൈ ബൈ.